ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. സഹിക്കാനാകാവുന്നതിലും താങ്ങാനാകുന്നതിലും അപ്പുറമാണ്. വലിയ ദുരിതമാണ് ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും അനുഭവിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ആദ്യം പ്രേക്ഷകരോട്, പൊതുജനങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൊടും ചൂടാണ്. രാത്രി എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങി വരുമ്പോൾ കറണ്ടും അങ്ങ് പോകും. പിന്നെ മുകളിലോട്ട് നോക്കി ഒരു കിടപ്പ, ആ ഫാൻ ഒന്ന് കറങ്ങുന്നുണ്ടോ എന്ന്. എന്നാൽ ഇത്തിരി കാറ്റ് കയറിക്കോട്ടെ എന്ന് വെച്ച് ജനലൊക്കെ ഒന്ന് തുറക്കാമെന്ന് വെച്ചാലോ, ഇഴഞ്ഞു വരുന്ന പാമ്പിനെ ഓർക്കുമ്പോൾ കുറച്ച് ചൂട് സഹിച്ചാലും വേണ്ട എന്നാവും നമ്മുടെ ചിന്ത. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ വീടുകളിലെ സ്ഥിരം കാഴ്ചയും സംഭവവും ഒക്കെ ഇങ്ങനെയാണ്. വേനൽ മഴ ഇന്ന് വരും നാളെ വരുമെന്ന് കാത്തിരിക്കുകയാണ് മലയാളികൾ. എന്തായാലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒഫീഷ്യലായിട്ടുണ്ട്. ലോഡ് ഷെഡിംഗ് പേര് മാറി പീക്ക് ലോഡ് മാനേജ്മെന്റ് ആയിട്ടുണ്ട്. പ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണവുമായി KSEB ഇന്ന് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ പൊതുജനങ്ങളോട് തന്നെ നമുക്ക് ഇക്കാര്യത്തെക്കുറിച്ചെല്ലാം ചോദിക്കാം. എന്താണെന്ന് വെച്ചാൽ ഈ ലോഡ് ഷെഡിങ്ങിന് പേര് മാറി വന്ന ഈ പീക്ക് ലോഡ് മാനേജ്മെന്റ് നമുക്ക് ആവശ്യമാണോ, അതോ ഇത് KSEBയുടെ പിടിപ്പുകേടാണോ എന്നുള്ളത് വിവിധയിടത്തെ റിപ്പോർട്ടർമാർ ജനങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ആളുകൾ പറഞ്ഞത് എന്ന് കേൾക്കാം. കനത്ത ചൂടിൽ വെന്ത് ഉരുകുകയാണ് ഉത്തര കേരളം. കാസർഗോഡിന്റെ ചൂടനുഭവങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു ചൂടാണ്. എന്താക്കുക, ബിസിനസ്സായി പോയില്ലേ, അതുകൊണ്ട് ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നുണ്ട്. ഭയങ്കര ചൂടാണ്. ഫാൻ ഇട്ടാലും ചൂടുകൊണ്ട് കിടക്കാൻ കഴിയുന്നില്ല. ചൂടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അവിടെ റബ്ബർ തോട്ടം ആയതുകൊണ്ട് വലിയ ചൂട് അറിയുന്നില്ല. പിന്നെ ഇൻവെർട്ടർ ഉള്ളതുകൊണ്ട് ഫാനിൻ്റെ ഇതെല്ലാം വലിയ കുഴപ്പമില്ല, കിടക്കാൻ പറ്റുന്നില്ല. അല്ലാതെ എനിക്ക് വലിയ കുഴപ്പമില്ല. കാരണം ചെറുപ്പം വരെ വെയിലുണ്ട്, നല്ല ശീലമുണ്ട്. ചിലപ്പോൾ 10 വയസ്സ് വരെ വെയിലുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഒരു കാലത്ത് കറണ്ട് തീരെ ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാലത്തിൽ ലോഡ് ഷെഡിങ് അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. അതിനോടൊക്കെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോഴേക്ക് തൽക്കാലം ഒന്ന് പോയാൽ തെളിക്കാത്ത പ്രശ്നമാക്കേണ്ടപ്പോൾ ചൂട്. പിന്നെ കറണ്ടിൽ എങ്ങനെയല്ലേ, ഫാൻ കറങ്ങിയാലും ചൂടനല്ലേ. പിന്നെ അവർക്ക് കൊതുകടി അത് ഇതുണ്ടാകുമ്പോൾ പിന്നെ പ്രശ്നം. പിള്ളേർക്കും എല്ലാവർക്കും അതേ പ്രശ്നം. രാത്രി കുറേ വൈകിട്ട് 11-12 മണിയാകുമ്പോൾ കട്ടാകുന്നില്ലേ, അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. എണിച്ച് നടക്കേണ്ടിയിരുന്നു, ഉറങ്ങാനും പറ്റുന്നില്ല ഈ ചൂടിൽ. അത് ഏകദേശം ഒരു 8-10 മണിൻ്റെ ഉള്ളിൽ കട്ടാക്കിയിട്ട് 1 മണിക്കൂറായിട്ട് കട്ടാക്കി വെച്ചെങ്കിൽ പ്രശ്നമില്ല. കുറേ പബ്ലിക്കിന് ബുദ്ധിമുട്ടാണ്. കറണ്ട് ഓവർലോഡ് താങ്ങാൻ കഴിയാത്തതുകൊണ്ട് കറണ്ടിൽ ഭയങ്കര AC ഇട്ട് എല്ലാവരും ഉറങ്ങുന്നു. പിന്നെ എങ്ങനെ ഓവർലോഡാണ്. ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ എന്ത് പേരിട്ട് വിളിച്ചാലും ഇപ്പോൾ നടപ്പിലാക്കുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് തുല്യമാണ്. 11:30 12 മണിക്കൊക്കെ കറണ്ട് പോയാൽ രാവിലെ പണിക്ക് എണീക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. പിന്നെ അങ്ങനെ കറണ്ട് ചാർജ് ഒക്കെ വർദ്ധിപ്പിച്ച് വരികയാണ്, താങ്ങാൻ കഴിയുന്നില്ല. ശമ്പളം വർധനവോ ഒന്നുമില്ല. സാധാരണക്കാർക്ക് എന്നും ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. എന്തെങ്കിലും കാരണമില്ലാതെ ലോഡ് ഷെഡിങ് ഉണ്ടാവുമല്ലോ, അത്രയും ബുദ്ധിമുട്ടായതിനെ കൊണ്ടായിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാകുക. ലോഡ് ഷെഡിങ് വെറുതെ അല്ലേ, ഒരാവശ്യമില്ല. നമുക്ക് ഇവിടെ എന്തിനാ അങ്ങനത്തെ കറണ്ടിൻ്റെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത് അവര് മുമ്പ് കട്ട് വിറ്റ് അതിൻ്റെ ഇത് നമ്മൾ അനുഭവിക്കല്ലേ ജനങ്ങൾ. ചൂട് എല്ലാ കൊല്ലം ചൂടുണ്ടാവുന്നില്ലേ, അപ്പോൾ ഒരു മുൻകൂട്ടി ചെയ്യണമൊക്കെ. കഴിഞ്ഞ ചൂടുണ്ട്, ഇനി ഇക്കൊല്ലം ചൂടുണ്ട്, ഒരു മുൻകൂട്ടി ചെയ്യണം. ഓരോ ഫോൾട്ട്. ലോഡ് ഷെഡിങ് തുടങ്ങിയില്ല, തുടങ്ങുന്നതിന് മുന്നേ തന്നെ കറണ്ട് പോകുന്നു. ഇന്നലെ രാത്രിയൊക്കെ കറണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. ഉദ്യോഗസ്ഥന്മാരുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മളെ ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്താണെങ്കിൽ എന്തായാലും ഒരുപാട് ഈച്ചുണ്ട്. എഞ്ചിനീയർമാരുടെ ഉദ്യോഗസ്ഥർ അതുപോലെ നോക്കി കഴിഞ്ഞ് കൺട്രോൾ ചെയ്തിട്ട് ലൂസ് ചെയ്യേണ്ട സംഗതികളാണ്. അതുപോലെ തീരെ ശ്രദ്ധിക്കാത്ത മെയിൻ പ്രശ്നങ്ങളാണ്. അതിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞവരെ ഒരു തൽക്കാലം ഇപ്പോൾ നമ്മളെ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് പവർ കട്ട് അറിയിക്കാത്ത രീതി ചെയ്ത് ഇപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് പോകുന്നു. അതിനെ മാറ്റം വന്നത്. കടുത്ത ചൂടിൽ വൈദ്യുതി ഇല്ലാത്ത ഒരു നിമിഷത്തെക്കുറിച്ച് ആലോചിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. നിയന്ത്രണം KSEBയുടെ പിടിപ്പുകേടോ? പവർ വേണം വേനൽക്കാലത്തും. കഴിയുന്നത്ര പവർ കട്ട് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ജോലി കഴിഞ്ഞ് കിടന്നുറങ്ങാൻ നേരത്ത് നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ വലിയ ബുദ്ധിമുട്ടായി തീർന്നിരിക്കുക. ചൂട് കൊണ്ട് വെന്തുരുക, അതിൻ്റെ കൂടെ പവർ കട്ട്, അതിൻ്റെ കൂടെ പാമ്പും, എല്ലാം കൂടി ഒരു ഇതായി മാറിയിരിക്കുക. കറണ്ടില്ല, വലിയ പാടാ. കറണ്ടില്ലല്ലോ. കറണ്ടും വേണം, വെള്ളവും വേണം. നമുക്ക് അത്യാവശ്യത. കറണ്ടും ഇല്ല, വെള്ളവും ഇല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതം ഈ ചൂട് കാലാവസ്ഥയ്ക്ക് മനുഷ്യന്റെ ജീവിക്കാൻ നോക്കുക. ചൂട് കൂടുന്നതിനനുസരിച്ച് വൈദ്യുതിയുടെ ഉപയോഗവും ക്രമാതീതമായി ഉയരുകയാണ്. പക്ഷെ അപ്പോഴും ജനങ്ങൾ പങ്കുവെക്കുന്നത് ആശങ്കകൾ. അത്